ദൈവം നമ്മെ തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി തൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവം നമ്മെ നിയമിച്ചിരിക്കുമ്പോൾ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ മധ്യേ പിന്നെയും ശക്തമായി വെളിപ്പെടേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സദൃശ്യ അധ്യായങ്ങൾ 16 അതിൻ്റെ 20 വാക്യത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. ആമേൻ. സദൃശ്യ വാക്യങ്ങൾ 16 അധ്യായം അതിൻ്റെ 20 വാക്യം. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് നമ്മളെ ദൈവം തന്നിരിക്കുന്നത്. സദൃശ്യവാക്യങ്ങൾ എന്ന് പറയുമ്പോൾ ജ്ഞാനിയിൽ ജ്ഞാനിയായ ഇനിയൊരു ജ്ഞാനി ഈ ഭൂമിയിൽ ജനിക്കില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. ഇനിയൊരു ജ്ഞാനി ഇനിയില്ല എന്ന് പറഞ്ഞ് ശലോമോൻ ജ്ഞാനിയെ കർത്താവ് ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ ആ ശലോമോൻ ജ്ഞാനി ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാണ്, തിരുവചനം പ്രമാണിക്കുന്നവൻ. കണ്ടോ? അപ്പോൾ ദൈവവചനത്തിന് വില കൊടുക്കുന്നവൻ, അതിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ പ്രമാണിക്കുന്നവൻ. ആമേൻ. നമുക്കറിയാം, 1 സങ്കീർത്തനം പഠിക്കുമ്പോൾ അവിടെ പറയുന്ന ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച്. കണ്ടോ? യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പം ഇവിടെ വായിക്കുന്നത്, ആമേൻ, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. അപ്പോൾ വചനം പ്രമാണിക്കണം. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ മാറ്റിക്കളയാൻ ദയവായി ആരും ആഗ്രഹിക്കരുത്. ഒരു ദിവസം പ്രഭാതം നമുക്ക് തരുന്നത് നമ്മുടെ ആയുസ് കുറഞ്ഞു വന്നിരിക്കുക, കൂടാനല്ല. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും ആമേൻ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വചനം കണ്ടെത്തുക, വചനം പ്രമാണിക്കുക, വചനം കണ്ടെത്തി അതിനെ ഭക്ഷിക്കുക, വചനത്തിന് വേണ്ടി നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുക. ഇതാണ് ആമേൻ ഇവിടെ ശലോമോൻ ജ്ഞാനി ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വചനം കണ്ടെത്തണം, കണ്ടെത്തി അതിനെ ഭക്ഷിക്കണം. 2, തിരുവചനം പ്രമാണിക്കുന്നവൻ, അവനെ നന്മ കാണാൻ പറ്റൂ. അവൻ്റെ കണ്ണുകൾ നന്മയ്ക്ക് നേരെ, തിന്മയ്ക്ക് നേരെയല്ല, നന്മയ്ക്ക് നേരെ ജ്വലിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ശലോമോൻ ജ്ഞാനി തന്നെ പറയുന്നു, ഹല്ലേലൂയ, നന്മ കണ്ടെത്തുക മാത്രമല്ല, ആമേൻ, നിന്റെ മേൽ ദൈവത്തിൻ്റെ പ്രസാദം കൂടെ ദൈവം അയക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, 19 അധ്യായത്തിൻ്റെ 8 വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, ആമേൻ, ബുദ്ധി സമ്പാദിക്കുന്നവൻ തൻ്റെ പ്രാണനെ സ്നേഹിക്കുന്നു, പ്രബോധനം കൈക്കൊള്ളുന്നവൻ നന്മ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? ആമേൻ. ആ വാക്കുകളുടെ ആഴം നോക്കിക്കേ. ബുദ്ധി സമ്പാദിക്കുന്നവൻ, ആമേൻ, അതൊരു സമ്പാദ്യമാണ് അല്ലേ? ബുദ്ധി ഭയങ്കര ആഴമാണ്. ആ വാക്കുകളുടെയൊക്കെ എന്തിനാ ഇനി പ്രത്യേക വെച്ചൊരു വ്യാഖ്യാനം? ആ വാക്യം മാത്രം വായിച്ചാൽ മതിയല്ലോ. ഇനി പ്രത്യേകിച്ചൊരു വ്യാഖ്യാനം എന്താ അതിനകത്ത്? കണ്ടോ? തൻ്റെ ജ്ഞാനത്തിനകത്തുനിന്ന് വരുന്ന വാക്കിൻ്റെ ആഴം, അത്ര വലിയ വാക്കുകളാണ് തൻ്റെ വായിൽ നിന്ന് വരുന്നത്. ആമേൻ. ബുദ്ധി സമ്പാദിക്കുന്നവൻ, അതൊരു സമ്പാദ്യമായിട്ടാണ് താൻ അവിടെ എഴുതിയിരിക്കുന്നത്. തൻ്റെ പ്രാണനെ സ്നേഹിക്കുന്നു. കണ്ടോ? ബുദ്ധിയില്ലാതെ ഇപ്പോൾ ഒരു വാഹനം ഓട്ടിക്കുന്ന ഒരു മനുഷ്യൻ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറങ്ങുക. ആമേൻ. നമ്മൾ പോകുന്ന സമയം ചിലപ്പോൾ 5 മിനിറ്റ് വൈകിപ്പോയെന്നേ ഉള്ളൂ. ഉറങ്ങുക, ഫ്രഷായിട്ട് പോകാമല്ലോ. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ റൂം എടുക്കുക, നല്ലവണ്ണം ഒരു കുളി പാസ്സാക്കുക, കിടന്ന് ഉറങ്ങുക. ബുദ്ധിമാൻ. അടുത്ത് പറയുന്നത്, ബുദ്ധിമാൻ ആകാശമണ്ഡലങ്ങൾ എന്ത് ചെയ്യും? അവൻ കീഴ്പ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ബുദ്ധിയുള്ളവൻ, ആമേൻ, സ്തോത്രം,
അപ്പോ ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യനെ ഇവിടെ പറയുന്നത് അവൻ അവന്റെ പ്രാണനെ, തൻ്റെ പ്രാണനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം നാം നമ്മെ സ്നേഹിപ്പാൻ തുടങ്ങുമ്പോഴാണ് അവൻ ബുദ്ധി സമ്പാദിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത പ്രബോധനം കാത്തുകൊള്ളുന്നവൻ നന്മ പ്രാപിക്കും. ഇന്ന് പകലിൽ ജീവിതത്തിൽ പ്രബോധനം ഉണ്ടോ? നന്മ ഉറപ്പായിട്ടും പ്രാപിക്കും. ആ നന്മ പ്രാപിക്കാതെ ഈ ഭൂപരപ്പിൽ നിന്ന് ദൈവം നമ്മെ മാറ്റത്തില്ല പ്രിയരെ. സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 2-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്ക് വളരെ അനുഗ്രഹത്തോടെ സങ്കീർത്തന പ്രമാണി വിളിച്ചു പറയുന്ന വാക്ക്, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്ന അവരൊക്കെയും ഭാഗ്യവാന്മാർ. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെ എന്താ? ഭാഗ്യവാൻ. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ചത് ആമേൻ, യഹോവയിൽ ആശ്രയിക്കുന്ന വ്യക്തി ആരാ? അവനാ ഭാഗ്യവാൻ. ഇപ്പൊ ദൈവത്തിലൊന്ന് ആശ്രയിക്കാൻ പറ്റുമോ ഇന്ന് പകൽ? ഇതിൻ്റെ ഏത് വിഷയത്തിനും പരിഹാരമുണ്ട്. കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്ക്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ പറ്റുമോ? എങ്കിൽ ഇന്ന് പകൽ പട്ടിണിക്കാരൻ്റെ വിശപ്പിനെ അവനെ കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും. കർത്താവിലേക്കൊന്ന് ഏൽപ്പിക്കും. കർത്താവിൻ്റെ അടുത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. വചനം എന്താ പറയുന്നത്? തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൽ ആശ്രയിപ്പാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന പ്രബോധനങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം അവരെ മാനിക്കണം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണമേ. കർത്താവിൻ്റെ പ്രവൃത്തിക്കായി ജനത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.